ഭാഷാ സംഗമമല്ലേ യഥാർത്ഥത്തിൽ പൂരം എന്ന് പറയുന്നത്? ഏതൊക്കെയോ നാട്ടിലെ മനുഷ്യരുടെ ഭാഷയുടെയും സംഗമമാണ്. അതെങ്ങനെയാവും? അത് അഴീക്കോട് പറയുകയാണെങ്കിൽ ഇതൊരു മഹാസംഭവമാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് പൂരം കാണാറുണ്ടോ. ഞാൻ പറഞ്ഞു ഞാൻ പൂരം കണ്ടിട്ടില്ല, പക്ഷേ പൂരം കണ്ടവരുടെ മുഖം കണ്ടിട്ടുണ്ട്. ആ മുഖങ്ങളിലെല്ലാം സംഗീതവും താളവും നിറങ്ങളും മിന്നി മറയും ഞാൻ കണ്ടിട്ടുണ്ട്. മഹാ അത്ഭുതമാണ് കേട്ടത്. അഴീക്കോട് മാഷ്. അതെ അതെ അതെ. മനുഷ്യരുടെ ഒരു വരവിൽ എങ്ങനെയിരിക്കും? കോഴിക്കോടായാലും തിരുവനന്തപുരം ആയാലും എല്ലാ ജില്ലയിൽ നിന്നും എന്നെ എത്ര പേരാ വിളിക്കുന്നത്? അണ്ണേ വന്നിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു. തിരുവനന്തപുരം ആലപ്പുഴ ദോണ്ട്, അമ്പലപ്പുഴ ദോണ്ട്, അമ്പലപ്പുഴ കോട്ടയം കാസർഗോഡ്. ഓ എന്നാ പൂരവാ, എന്നാ പൂരവാന്നേ, എന്നാ പൂരവാന്ന്. കുട്ടനാട് ഈ പൂരം എന്നാ ഇടപാടാന്നേ, എന്നാ ഒരു ജനക്കൂട്ടമാന്നേ. അവിടെ ലളിത ചേച്ചിയുടെ ഒക്കെ ആ ഓണാട്ടുകാരെ ഭാഷ ഓർമ്മ വരും അല്ലേ ഇത് പറയുമ്പോഴത്തേക്ക്? ഭയങ്കര. പിന്നെ അതെ അതെ അതെ. അയ്യോ അയ്യോടി ചേട്ടാ, അയ്യോടി എന്നാ പൂരവാ, അയ്യോ ദോണ്ട ആന, ദോണ്ട് മുട്ടൻ ആന അത് പറയുമ്പോഴത്തേനും. അതെ അതെ അതെ. പിന്നെ തൃശ്ശൂർ പറയുകയാണെങ്കിൽ അത് പൂരെന്ന് പറഞ്ഞു കഴിഞ്ഞ തൃശ്ശൂരിന്റെ തന്നെ ഭാഷയിൽ പല വൈവിധ്യങ്ങൾ. 6 മലയാളം ഉണ്ട് തൃശ്ശൂർ. എങ്ങനെയാണത്? തൃശ്ശൂർ ഇപ്പോൾ നമ്മളൊക്കെ പറയുന്ന ഭാഷ കൃഷ്ണകുമാരെ കണ്ടില്ലോ, കാലത്തന്നെ തുടങ്ങാം, അതാ നന്നാവുക എന്നൊക്കെ പറയാം. വേറെ സ്ഥലത്ത് കൃഷ്ണകുമാരെ അന്നൊരു പരിപാടി കണ്ടില്ല. അതെ, അത് കുന്നംകുളം ഭാഗത്ത് പോകുമ്പോ നിനക്കാണല്ല, അതെ വഴുകിയേ. പക്ഷെ ചേലക്കര ഭാഗത്ത് പോകുമ്പോ കണ്ടില്ല. തിരുവല്ലാമലേക്ക് ആകുമ്പോ ഒറ്റപ്പാലായി. അങ്ങനെ മറ്റേ കൊടുങ്ങല്ലൂർ പോവാണെങ്കിൽ നമ്മ വന്നിട്ടുണ്ട് കേട്ടാ. നിങ്ങ എവിടെയായിരുന്നു? നമ്മ വന്നല്ല, നമ്മ പോസ്റ്റാണ്. കൃഷ്ണകുമാര് വരുന്നുണ്ട്, നമ്മൾ തെക്കേ ഗോപുരനടയിലെ പോസ്റ്റാണ്. നമ്മ എന്ത് ചെയ്യാനാണ്? ജയരാട്ടൻ്റെ സൗഹൃദങ്ങളുടെ കാലം കൂടിയാണ് പൂരം. ഭരതേട്ടൻ മുതലൊക്കെ പലരെയും ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓർത്ത് അങ്ങനെ അതെ പവിത്രൻ ഈ പൂരക്കാലത്ത് ഈ പൂരനഗരിയിലൂടെ നടന്നുപോയ ഓർമ്മകളുടെ ഒരു പൂരത്തെക്കുറിച്ച് ഉണ്ട്. ഞാൻ ഭരതേട്ടനുമായിട്ട്, എൻ്റെ ദൈവമേ, ഭരതേട്ടനുമായിട്ട് കണ്ട ഏറ്റവും കൂടുതൽ പൂരം ഉത്രാളിക്കാവില. ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ ഭരതേട്ടനും ഞാനും കൂടെ പൂരം കാണാൻ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഭരതേട്ടൻ ആൾക്കാർ തിരിച്ചറിഞ്ഞു കേട്ടോ, കുഴപ്പം അവരല്ലടാ നമ്മുടെ ആൾക്കാര്, അവര് കൂടട്ട നമ്മുടെ കൂടെ. അതേ അവരുടെ കൂടെ ഇങ്ങനെ ഏത് കണ്ണെത്താ ദൂരെ മറുതീരം, മറുതീരത്തെ കോണിൽ സംക്രമം, തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും നേരം, തിറ്റാരം കാറ്റിൽ മർമരം. ഭരതേട്ടൻ, അതുപോലെ പവിത്രേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, കവാലത്തെ ഓർക്കാം. അങ്ങനെ ഈ വക ആചാര്യന്മാരുടെ കൂടെ വേണുചേട്ടൻ ഞാനും കൂടെ പാറമേക്കാവിൽ 10 മണിയുടെ പഞ്ചവാദ്യം കേൾക്കുന്നുണ്ട് പോവാണ്. അപ്പോൾ ഇതിൽ നടന്നു പോകുമ്പോൾ ഇതിന് കുഴിക്കിൻ്റെ ആൾക്കാർ വെടിക്കെട്ടിന്. അപ്പോൾ വേണുചേട്ടൻ അവരുടെ അടുത്തെത്തിയപ്പോൾ ആളെ തിരിച്ചറിയാതിരിക്കാൻ ഇങ്ങനെ നടന്നു. ഇങ്ങനെ നടന്നപ്പോൾ അപ്പോൾ കുത്തുന്ന ആൾക്കാർ പറയാ, വേണേട്ടൻ ആളെ അറിയിക്കാണ്ടിരിക്കാൻ സ്റ്റൈല് മാറ്റിയിട്ട് കാര്യമില്ലേട്ടാ, ഞങ്ങൾക്കറിയാൻ വേണേട്ടനല്ലേ. വേണുചേട്ടൻ ഏത് അവസ്ഥയിലേക്ക് മാറിയാലും വേണുചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ബോക്സ് നാട്ടുകാർക്ക് അറിയാലോ. അതുപോലെ പിന്നെന്താ പറയുക, ഒരുപാട് കഴിഞ്ഞ കൊല്ലം വിജയരാഘവൻ ചേട്ടൻ ഉണ്ടായിരുന്നു. കുട്ടേട്ടൻ അല്ല, വേണുചേട്ടനാകുമ്പോൾ ഇതിൻ്റെ താളത്തിൻ്റെ ഉസ്താദല്ലേ, മാരക താളത്തിൻ്റെ പിടിപിടിക്കുന്ന ആളല്ലേ. കാർമുകിൽ കൊമ്പനാന പുറത്തേറിയേഴും നള്ളും മൂർത്തേ, മഴ പെയ്യണ്ട. ചികി ചികി ചക്കം ദൈ ദൈ